വെറും 50% മാർക്ക് മാത്രം പ്ലസ് ടുവിൽ ഉണ്ടായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡിഗ്രി പഠിക്കാൻ പറ്റും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ NIRF റാങ്കിങ്ങിൽ ഓൾ ഇന്ത്യ 10ാം റാങ്കിൽ കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് യൂണിവേഴ്സിറ്റി. ഈ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിന് 50% മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ എൻട്രൻസ് എക്സാം എഴുതാൻ കഴിയും. ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട 2026 ആപ്ലിക്കേഷൻ ഫെബ്രുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ എക്സാമിനേഷൻ്റെ ഓരോ കോഴ്സിൻ്റെയും ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചും കൂടി നേരത്തെയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. പലപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, CUET-യിൽ എന്തുകൊണ്ടാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡ് ചെയ്യാത്തതെന്നുള്ളത്. അലിഗഡ് മാത്രമല്ല, അലിഗഡിനൊപ്പമുള്ള ഒരു സഹോദര യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ജാമിയ മില്ലിയ ഇസ്ലാമിയ, ഈ 2 യൂണിവേഴ്സിറ്റികളാണ് CUET-യിൽ മൊത്തമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്ത 2 യൂണിവേഴ്സിറ്റികൾ എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ഒന്ന്, ഈ 2 യൂണിവേഴ്സിറ്റികളും മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്, മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ പോലെയല്ല. അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റികൾക്ക് പ്രത്യേകിച്ച് ന്യൂനപക്ഷ പദവി ഉള്ളത് കൊണ്ട് തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കാനായിട്ടുള്ള റിസർവേഷൻ എല്ലാ കോഴ്സുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇനി അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അഡ്മിഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ദൂരെ നിന്ന് ഡിസ്റ്റൻസ് സ്റ്റേറ്റ് കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് OBC SC ST കാറ്റഗറിയിൽ പെടുന്നവർക്കും റിസർവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ആപ്ലിക്കേഷൻ ഫെബ്രുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ CUT-ക്ക് അപ്ലൈ ചെയ്തിരുന്ന ഡോക്യുമെന്റ്സ് മാത്രം റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ നമുക്ക് പോരാ. നമുക്ക് ഡിസ്റ്റൻസ് സ്റ്റേറ്റിന് റിസർവേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റ് ഇന്നതാണ് എന്ന് ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ 2 സർട്ടിഫിക്കറ്റുകളും പ്രത്യേകമായിട്ട് നമ്മുടെ CUT ആപ്ലിക്കേഷന് പുറമെ ആവശ്യമായിട്ടുണ്ട്. ഇനി പലപ്പോഴും CUT എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് പറയാറുണ്ട്, എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, പക്ഷെ CUET-യിൽ നല്ലൊരു സ്കോർ കിട്ടില്ല, മാത്രമല്ല CUT കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ് ആണ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പലപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുള്ളത്, നിങ്ങൾക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല സ്റ്റുഡൻസും ഇതേപോലെ CUET-ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരൊറ്റ ഫോക്കസ്ഡ് ആയിട്ട് പോയിരുന്ന ആളുകളോട് ഞാൻ അലിഗഡും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ആ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്തു, പക്ഷേ CUT-ൽ വേണ്ടത്ര സ്കോർ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് CUT-ൽ സ്കോർ ഇല്ലാത്തൊരവസരത്തിൽ പോലും നമുക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. കാരണം ഈ എൻട്രൻസ് CUET-നെ അപേക്ഷിച്ച് താരതമ്യേന കുറച്ചും കൂടി എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുസ്ലിം കാറ്റഗറിക്ക് 45% മാർക്ക് പ്ലസ് ടുവിന് ഉണ്ടായാൽ മതി, അവർക്കും ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി നമുക്ക് ക്രാക്ക് ചെയ്യാം. ഇനി അലിഗഡിൻ്റെ എൻട്രൻസിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AMU കൺട്രോളർ എക്സാംസ് എന്ന് പറയുന്ന അവരുടെ സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ചുള്ള സിലബസ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷമൊക്കെ ഏപ്രിൽ ഒരു ലാസ്റ്റിലായിട്ടാണ് എൻട്രൻസ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം 2026 ഏപ്രിൽ 1 തന്നെ അലിഗഡിന്റെ എൻട്രൻസ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ എൻട്രൻസിന്റെ ഡേറ്റ് മാറാൻ ചാൻസ് വളരെ കുറവാണ്. കഴിഞ്ഞ വർഷങ്ങളൊന്നും മാറിയതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഏപ്രിൽ 12-ാം തീയതിയാണ് BA ഓണേഴ്സ് സോഷ്യൽ സയൻസിന്റെ എൻട്രൻസ് വരുന്നത്. അതുപോലെ തന്നെ BSc ഓണേഴ്സ് ലൈഫ് സയൻസിന്റെ എൻട്രൻസും അതേ ഡേറ്റിലാണ്. ഏപ്രിൽ 19-ാം തീയതിയാണ് BCom-ന്റെയും അതുപോലെ തന്നെ BBA-യുടെയും എൻട്രൻസ് വരുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് കേരളത്തിൽ കോഴിക്കോട് JDT കോളേജാണ് എൻട്രൻസ് സെന്റർ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് എക്സാം എഴുതാം. ജാമിയ മില്ലിയയുടെ എൻട്രൻസ് എക്സാമിന്റെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലാണ് മിക്ക കോഴ്സുകൾക്കും വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലിഗഡ് കമ്പാരിറ്റീവ്ലി നമുക്ക് ആക്സസിബിൾ ആണ് എക്സാം എഴുതാൻ. വേറൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, അലിഗഡിന്റെ ഒരു ഓഫ് ക്യാമ്പസ് കേരളത്തിലുണ്ട്. പലപ്പോഴും സ്റ്റുഡൻസിന് അറിയാത്തൊരു വിഷയമാണ്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകരയിൽ അലിഗഡിന് ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട്. അവിടെ കഴിഞ്ഞ വർഷം വരെയും BA LLB കോഴ്സ് മാത്രമാണ്
+2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2025 മുതൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ BBA ഓണേഴ്സിന്റെ കോഴ്സും കൂടെ വന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ BBA നോക്കുന്ന, അതുപോലെ തന്നെ BA LLB നോക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അലിഗഡിന്റെ മലപ്പുറം ക്യാമ്പസ് കൂടെ നമുക്ക് ആപ്ലിക്കേഷന്റെ സമയത്ത് ഒരു പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് AMU കൺട്രോളർ എക്സാം എന്ന് പറയുന്ന ആ സൈറ്റിൽ അവൈലബിൾ ആണ്. സോ അലിഗഡ് യൂണിവേഴ്സിറ്റി നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും.